എൻ്റെ പേര് ലിജി. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയണത്. ആൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് പ്ലാന്റേഷനിലാണ് ജോലി, ഗൾഫിൽ ഖത്തറിലാണ് ജോലി. അവിടെ വെച്ചിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പിൽ പറഞ്ഞു വാൽവിനൊരു ചെറിയ ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വാൽവിന് ചെറിയ ലീക്ക് ഉണ്ടെന്നൊക്കെയാണ് പറയണത്, ECG ചെറിയ പ്രശ്നമൊക്കെയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആള് പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, നമുക്കൊരു പ്രാവശ്യം കൂടി ചെക്കപ്പ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി ഒരു സർജനെ കാണിച്ചു. അപ്പോൾ സർജൻ പറഞ്ഞു അത് ചിലപ്പോൾ ജന്മനാങ്ങൽ ഉണ്ടായിട്ടുള്ളതായിരിക്കാം, പേടിക്കാനൊന്നുമില്ല, ആൾക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടും കാണിക്കണില്ല. അപ്പോഴും ഞാൻ നന്നായി മാധവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനൊന്നും വേണ്ടി വരില്ല, ഗൾഫിൽ വെച്ച് പറഞ്ഞാൽ അത്ര സീരിയസ് തോന്നണില്ല, എന്തായാലും ധൈര്യമായിട്ട് ജോലിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ആൾ തിരിച്ചു പോയി. ഫെബ്രുവരി 24 തിരിച്ചു പോയി. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേറെയും തന്നിട്ടുണ്ട്. അതിനായി നന്ദി കാണാൻ വന്നപ്പോൾ ഞാൻ ആത്മാഭിഷേക മാതാവിന്റെ കാർഡ് കൊടുത്തിരുന്നു. ആത്മാഭിഷേക മാതാവിന്റെ കാർഡ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് വലിയൊരു അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രയറും കൂടിയാണ്, എല്ലാവരും അത് ചെല്ലണം. പിന്നെ എനിക്ക് രണ്ടാമതായിട്ടൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ ഒരു പരിചയത്തിലുള്ള ചേച്ചിയുടെ മോൻ്റെ കുട്ടിക്ക് ഹാർട്ടിനൊരു ഹോൾ ഉണ്ടായിരുന്നു. ഉണ്ണിക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് പിന്നെ വലിയൊരു സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനെ മുല്ലപ്പൂമാല ഇടാന്ന് അവര് നേർന്നിട്ടുണ്ടായിരുന്നു. അവരിന്ന് വന്നിട്ടുണ്ട്, ഫാമിലി ഇന്ന് വന്നിട്ടുണ്ട്. അവര് അപ്പച്ചനും അമ്മച്ചി വന്നിട്ടുണ്ട് അവരുടെ. അപ്പോൾ അവർ അതിന് തയ്യാറായിട്ടില്ല സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഞാനിവിടെ പറയാണ്. മാതാവിന് മുല്ലപ്പൂമാല സമർപ്പിച്ചു. ഉണ്ണിക്ക് ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മാഭിഷേക മാതാവിൻ്റെ അതിൻ്റെ സാക്ഷ്യമുണ്ട്. ഇവിടെ പർപ്പുറത്ത് വരുന്ന അന്ന നിങ്ങൾ കണ്ടു കാണും. ഇവിടെ നിൽക്കും, പുറകിലേക്ക് നിൽക്കാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അവളിപ്പോൾ ജൂബിലിയിൽ അമ്മലെ ഹോസ്പിറ്റലിൽ അമ്മയച്ചിക്ക് വയ്യാണ്ട് ഐശ്വര്യയിരിക്കുകയാണ്. അച്ഛൻ്റെ ആത്മാഭിഷേക മാതാവിൻ്റെ കാർഡ് ഞാനിവിടെ ആശുപത്രിയിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഐസുവിൻ്റെ മുമ്പിൽ പേറ്റിച്ചിരുന്ന 2 പേർക്ക് കൊടുത്തു. അടുത്തിരി കഴിഞ്ഞ് ഓടി വന്നിട്ട് പറഞ്ഞു ഈ പടം കിട്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര നിരാശയായിട്ടാണ് അയച്ചിൻ്റെ മുമ്പിലിരുന്നത്. ഒരു പ്രത്യാശയും ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വന്നു. ഒരു പ്രത്യേക ശക്തി എന്നിലേക്ക് ഒഴിയുന്ന പോലെ ഭയങ്കര അഭിഷേകം എന്ന് പറഞ്ഞ് നന്ദി പറയാനായിട്ട് ഓടി വന്നു. മാത്രമല്ല ദൈവം കൂടെയുണ്ടെന്ന ബോധ്യം, പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്നുള്ള ബോധ്യം ഇതിനാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് ഈ കാർഡ് കൊടുത്ത് ജനിച്ച് അധികമാവാതെ കുഞ്ഞിനെ കൊണ്ട് അമ്മയും അമ്മൂമ്മയും ലിഫ്റ്റ് നിൽക്കുകയായിരുന്നു. അവർക്ക് ഞാൻ ആ കുഞ്ഞ് നല്ല വാശി പിടിച്ച് കരയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ സാക്ഷ്യം പറഞ്ഞതുപോലെ അപ്പം ഞാൻ ഈ അമ്മയ്ക്ക് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ പടം കൊടുത്തു. അവർ ആ കുഞ്ഞിനെ മുഖത്തോട് ചേർത്ത് വെച്ച് ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിന് ശാന്തത വന്നു എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് എൻ്റെ കൂട്ടുകാരി ഇവിടെ നേഴ്സാണ്, വിൻസി എന്ന പേര്. അവളെ ഞാൻ അവിടെ കൗൺസിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛനെ അവർക്ക് ആത്മാഭിഷേകം അതിൻ്റെ കാർഡ് കൊടുത്തിരുന്നു. അന്ന് മുതൽ അവൾ ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി. ഈ പടം കിട്ടിയത് മുതലേ മാതാവ് അവളുടെ കൂടെ നടക്കുന്ന പോലെ ഒന്നിനെ കുറിച്ചൊരു ഭയവുമില്ല. എല്ലാ ആകുലതകളും മാതാവ് എടുത്തു മാറ്റിയതുപോലെ എല്ലാ കാര്യങ്ങളും മാതാവ് തന്നെ ഇടപെട്ട് ചെയ്തു കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. ഒത്തിരി പേർക്ക് ഒത്തിരി അഭിഷേക അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ഞാനവരെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എനിക്കിന്ന് വരാൻ സാധിക്കാത്തതുകൊണ്ട് വാട്സപ്പിലേക്ക് സാക്ഷ്യമായിട്ട് അയച്ചിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ടും ആത്മാഭിഷേകം അതിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.